സഞ്ജു സാംസൺ ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്വന്തം. താരക്കൈമാറ്റം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് IPL. 18 കോടി രൂപ വാർഷിക പ്രതിഫലമായിരിക്കും സഞ്ജുവിന് ചെന്നൈയിൽ ലഭിക്കുക. സഞ്ജുവിനെ കൈമാറിയതിന് പകരം രവീന്ദ്ര ജഡേജയെയും സാം കർണയെയും ചെന്നൈ രാജസ്ഥാന് നൽകി. ടീമിനെ നയിച്ചതിന് ചേട്ടന് നന്ദിയെന്ന് രാജസ്ഥാൻ റോയൽസ് സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു. വണക്കം സഞ്ജു എന്ന പേരിലാണ് ചെന്നൈ മലയാളി താരത്തെ വരവേറ്റത്. IPL-ൽ കളിക്കാർ താരലേലത്തിലൂടെ അല്ലാതെ വിവിധ ടീമുകളിൽ എത്തുന്നത് ട്രേഡ് രൂപത്തിലാണ്, ട്രേഡ് സമ്പ്രദായത്തിലൂടെയാണ്. ഈ ട്രേഡ് സംവിധാനത്തിൽ ഒരുപക്ഷെ IPL-ന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രേഡുകളിൽ ഒന്നിലൂടെയാണ് ഇപ്പോൾ മലയാള താരമായ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തുന്നത്. ഇപ്പോൾ അതിന്റെ എന്തുകൊണ്ടാണ് സഞ്ജുവിനെ ടീമിൽ എത്തിക്കുന്നത് എന്ന കാര്യത്തിൽ കാശി വിശ്വനാഥൻ CSKയുടെ CEO വിശദമായി ഒരു പ്രതികരണം ഇപ്പോൾ ഔദ്യോഗികമായി നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന് ടോപ്പ് ഓർഡറിൽ കളിക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യൻ ബാറ്ററെ ആവശ്യമുണ്ടായിരുന്നു. താരലേലത്തിന്റെ സമയമല്ല, അതുകൊണ്ട് തന്നെ ഒരു ട്രേഡിലൂടെ മാത്രമേ കളിക്കാരെ സ്വന്തമാക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് സഞ്ജുവിനായി ഒരു അവസരമുണ്ട് എന്ന് അറിഞ്ഞത്. അങ്ങനെ സഞ്ജുവിനെ ടീമിൽ എടുക്കുകയാണ് ചെയ്തത്. സഞ്ജു ക്യാപ്റ്റൻ ആയിരുന്നു രാജസ്ഥാൻ റോയൽസിൽ എന്നതടക്കം പരിഗണിച്ചിട്ടുണ്ട്. 30 വയസ്സുകളുടെ അടുത്തുള്ള ആളാണ്. അതുകൊണ്ട് ദീർഘകാല പദ്ധതിയുടെ ഭാഗമായി കൂടിയാണ് സഞ്ജുവിനെ ടീമിൽ എടുത്തത് എന്നത് ഇപ്പോൾ കാശി വിശ്വനാഥൻ സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണിന്റെ ഒരുപക്ഷെ സഞ്ജുവിനെ മുൻനിർത്തിയുള്ള ഒരു ടീം ഒരു 4-5 വർഷത്തേക്ക് CSK പ്ലാൻ ചെയ്യുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ.